രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം കൂടുതൽ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വിഘ്നേഷ് അതിനെ പറ്റിയിട്ട് ഇന്നും വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ പത്രക്കാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളതല്ല, രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി അയാൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കെതിരെ FIR ഇടാൻ ഹൈക്കോടതി പറയില്ല, അതെ. ഒരിക്കലും പറയില്ല. ഹൈക്കോടതി ഇയാൾക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം UP പോലീസിനോട് അന്വേഷിക്കാനാണ് പറഞ്ഞത്. FIR ഇട്ട് UP പോലീസ് പറഞ്ഞ് ഇതൊരുപാട് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സംഭവമാണ്, അതുകൊണ്ട് അത് CBI അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിഘ്നേഷിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യം. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ എന്നുള്ള കാര്യം ഇയാൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് കത്തിടപാടുകൾ നടത്തി ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്നുള്ള രേഖ സംഘടിപ്പിച്ചു. അതാണ് ഇയാൾ ചെയ്തൊരു കാര്യം. ആ രേഖ സംഘടിപ്പിച്ചിട്ട് ആ രേഖ ഇയാൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യിപ്പിച്ചു. ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് ഇയാളിത് ചെയ്തത്. രാഹുൽ ഗാന്ധി ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് പൗരനായിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ് എന്ന നിലക്ക് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ കാര്യം കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഈ നെഹ്റു കുടുംബത്തിന് നിയമം ബാധകമല്ല എന്ന് അവർ തന്നെ കരുതിയിരുന്നു. അവരുടെ ഒരു സങ്കല്പം അതായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഹോമി ബാബ രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിതത്വം നിറഞ്ഞു നിൽക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിവരം അവർ ഇറ്റാലിയൻ പൗരത്വം മാത്രമുള്ള സമയത്ത് അവരവിടെ പോയിട്ട് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്നാമത് അത് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. പ്രധാനമന്ത്രിക്ക് പ്രവേശനമുണ്ട്, പക്ഷേ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഭാര്യയെയും പരിവാരങ്ങളെയും കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ രാജീവ് ഗാന്ധിക്ക് നിയമം ബാധകമായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നിയമം ബാധകമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് നിയമം ബാധകമായിരുന്നില്ല. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇവരൊക്കെ കരുതുന്നത് ഇവർക്ക് വേണ്ടിയിട്ടല്ല ഈ രാജ്യത്ത് നിയമമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവരെവിടെ പോകുന്നു അവിടെ പോയി കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പോൾ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ചു എന്നും പറഞ്ഞിട്ട് വന്നു, അതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. കാരണം അങ്ങനെയല്ല, ഇത് രാഹുൽ ഗാന്ധി ഇവരുടെ കുടുംബക്കാർക്ക്, നെഹ്റു കുടുംബക്കാർക്ക് നിയമം ലംഘിക്കാൻ സ്വാഭാവികമായി അവകാശമുണ്ട് എന്ന് കരുതി വശമായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അത് നെഹ്റുവിനും അത് തന്നെയായിരുന്നു സൂക്കേട്. നെഹ്റുവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്തൊക്കെ പറഞ്ഞാലും നെഹ്റു ആണ് ഒരുപാട് മോശം കാര്യങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ ഉത്തരവാദിത്വവും നെഹ്റുവിനാണ്. നെഹ്റു അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരെ മുഴുവൻ വിളിച്ചിട്ട് MP മാരാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് മുഴുവനും ജോലി കൊടുത്ത്, വിജയലക്ഷ്മി പണ്ഡിറ്റ് അടക്കം എല്ലാവർക്കും ഈ രാജ്യത്തിൻ്റെ ജോലി എടുത്തിട്ട് കുടുംബക്കാർക്ക് വിതരണം ചെയ്തു. വേറെ എത്രയോ പേരുണ്ടായിരുന്നു അന്ന്. വിജയലക്ഷ്മി പണ്ഡിറ്റിനേക്കാളും ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരുണ്ടായിരുന്നു യോഗ്യരായിട്ടുള്ള. അവരാരും എടുത്തില്ല വിജയലക്ഷ്മി പണ്ഡിറ്റിനെ എടുത്ത്. അങ്ങനെ ഈ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്കും സ്വന്തക്കാർക്കും വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കാമെന്ന് ആദ്യം പറഞ്ഞത് നെഹ്റു ആണ്. നെഹ്റുവിനെ തുടർന്ന് ഇന്ദിര പറഞ്ഞ്, ഇന്ദിരയെ തുടർന്ന് രാജീവ് പറഞ്ഞ്. വേറൊരു കാര്യമുണ്ട്, ഇയാളുടെ ഒരു അനിയനുണ്ടായിരുന്നു സഞ്ജയ് ഗാന്ധി, അവനാണെങ്കിൽ ഒരു നിയമവും ബാധകമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പാരമ്പര്യത്തിലാണ് ഇയാളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളിതൊരു സ്വാഭാവിക കാര്യമായിട്ടാണ് എടുത്തത്. ഇത് ഇയാളുടെ അമ്മയ്ക്കുണ്ട് ഈ പ്രശ്നം. അമ്മ ഇറ്റാലിയൻ പൗരയാണ്, അമ്മയ്ക്ക് ഇറ്റാലിയൻ പൗരത്വമുണ്ട്. ആ ഇറ്റാലിയൻ പൗരത്വം ഉണ്ട് എന്നുള്ള കാര്യം അന്നത്തെ രാഷ്ട്രപതിക്ക് അറിയാമായിരുന്നുകൊണ്ട് രാഷ്ട്രപതി ഇവരെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളെ വിളിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇറ്റാലിയൻ പൗരത്വമുണ്ട്, ഞാനത് ഇഷ്യൂ ആക്കേണ്ടി വരും, നിങ്ങൾ വരണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പിന്മാറിയത്. അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ പൗര നമ്മുടെ രാജ്യത്ത് ഇത് വന്നാനേ, നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് തീരേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. മൻമോഹൻ വരുന്നത് ഈ ഇറ്റാലിയൻ പൗരത്വത്തിൻ്റെ ഒരു
പിൻബലം അല്ലെങ്കിൽ ഒരു പിൻശക്തി മൻമോഹന് അനുകൂലമായി നിന്നുകൊണ്ടാണ് മൻമോഹൻ അതെ. വരുന്നത്. പക്ഷേ ഇത്രയും വിശ്വസ്തനായ ഒരു അടിമയെ കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം അതെ, തന്നെ അതെ. ചെയ്യണം. വളരെ വിശ്വസ്തനായ അടിമയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞിട്ടാണ് ഇത് പോയിട്ട് മേടിച്ചത്. ഇത് മേടിച്ചിട്ട് ഇയാൾ ഈ വിവരം മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് പൗരനായിരുന്നു ഇത്രയും കാലം LOP ആയിട്ടിരുന്നല്ലോ പാർലമെൻറ്റിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ലീഡർ ഓഫ് ഒപ്പോസിഷനായിട്ടും പാർലമെൻറ്റ് അംഗമായിട്ടിരുന്ന്. അതിനകത്ത് ഗുരുതരമായ കാര്യം, ഒരു ബ്രിട്ടീഷ് പൗരൻ ഇന്ത്യയിലെ ആ പൗരത്വം മറച്ചു വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ മത്സരിച്ച് MP ആയി അധികാരങ്ങൾ നേടി എന്ന് മാത്രമല്ല എന്തു ചെയ്തു, ഇന്ത്യയുടെ സുപ്രധാനമായ പല യോഗങ്ങളിലും പങ്കെടുത്തിട്ട് ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പെരുമാറി എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പം അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം. ഒരു രാജ്യദ്രോഹിയുടെ നിലവാരത്തിലേക്ക് പോയി. രാജ്യദ്രോഹിയാണ്. പിന്നെ അത് മാത്രമല്ലേ, ഭയങ്കര പെരും കള്ളനല്ലേ. അതെ. കാരണം താൻ ബ്രിട്ടീഷ് പൗരനാണെങ്കിൽ അത് പറയണ്ടേ. ആ ബ്രിട്ടീഷ് പൗരത്വം മറച്ചു വെച്ചുകൊണ്ടല്ലേ തുടങ്ങിയത്. അങ്ങനെ ബ്രിട്ടീഷ് പൗരത്വം മറച്ചു വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചു. ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് അങ്ങനെ ജനവഞ്ചകനായ ഒരാളാണ് രാഹുൽ ഗാന്ധി. ബ്രിട്ടീഷ് പൗരത്വം അങ്ങേർക്ക് ഉണ്ടെങ്കിൽ അത് പറയണം, സത്യസന്ധരാണെങ്കിൽ. അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. അത് മറച്ചു വെച്ചിട്ട് MP ആയി. MPയുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ പറ്റി. ആ സൗകര്യം അനുസരിച്ചിട്ട് ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും പോയി. ഇയാൾ ബ്രിട്ടീഷ് പൗരനാണെങ്കിൽ ഇയാൾക്ക് ഡൽഹി താമസിക്കാൻ പറ്റുമോ? പുറത്ത് വീടെടുത്ത് താമസിക്കണ്ടേ? അതല്ലല്ലോ. ഇത് പാർലമെൻറ്റ് അംഗത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് താമസിക്കുകയാണ്. പാർലമെൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇയാളുടെ ഉത്തരവാദിത്വശൂന്യമായ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നും ഇയാൾക്ക് ആരോടാണ് കൂറ് എന്നുള്ള കാര്യം. ഒരു ബ്രിട്ടീഷ് പൗരന് ഇന്ത്യയോട് കൂറുണ്ടാകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് വേണ്ട. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോട് കൂറില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയോട് കൂറ് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താ കാരണം? അയാൾ ഇന്ത്യൻ പൗരനല്ല, ബ്രിട്ടീഷുകാരനാണ്. അയാൾ ബ്രിട്ടീഷ് പൗരനാണ്. ആ ബ്രിട്ടീഷ് പൗരത്വം മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ പൗരത്വം കൂടി മേടിച്ച് ഇറ്റാലിയൻ പൗരത്വമുണ്ട്. അതെന്താ കാര്യം എന്നറിയാമോ? ഇറ്റാലിയൻ നിയമം അനുസരിച്ചിട്ട് ജന്മന ഇറ്റാലിയനായ ഒരു പുരുഷനോ സ്ത്രീക്കോ ഉണ്ടാകുന്ന മകനും ഇറ്റാലിയൻ പൗരനായിരിക്കും. അല്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരുപാട് പൗരത്വമുണ്ട് ഇയാൾക്ക്. വേറെ എവിടെയൊക്കെ രാജ്യത്ത് പൗരത്വം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് കൊളംബിയയിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ചിലപ്പോൾ പൗരത്വം കണ്ടേക്കാം. കാരണം അവിടെ ചൈനീസ് പൗരനാണോ എന്നുള്ള കാര്യം അതും സംശയിക്കാവുന്ന. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പോയി ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിവിധ ലോക രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അത് മറച്ചു വെച്ച് ഇന്ത്യക്കാരെയും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചതിയനും നുണയനുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ അയാൾ പറയട്ടെ എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഇല്ല എന്ന് പറയട്ടെ. ഇനിയിപ്പോൾ ഇയാൾക്ക് വേണ്ടി നുണ പറയാൻ ഒന്നില്ലെങ്കിൽ മനു അഭിഷേക് സിംഗ് ചെല്ലും, അല്ലെങ്കിൽ കപിൽ സിബൽ ചെല്ലും. അവർ പോയിട്ട് നുണ പറയും. അവരുടെ വക്കീലന്മാരാണ്. വക്കീലന്മാർക്ക് ജന്മന തന്നെ നുണ പറയാൻ അവകാശമുള്ളതുകൊണ്ട് അവരത് പറയട്ടെ എന്ന് വെക്കാം. പക്ഷെ ഇവരത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അപായകരമായ ഒരു വ്യക്തി എന്ന നിലക്ക് ഇദ്ദേഹത്തെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് ആരും ഇത് ഏറ്റെടുത്തില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം ഉണ്ടാക്കുന്നത്. ദുരൂഹമാണത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം ആരും അറിയാതെ, അങ്ങനെ ആരും അറിയാതെ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ വളരെ ശക്തമല്ലേ. അവർക്ക് ഈ വിവരങ്ങളൊന്നും കിട്ടിയില്ലേ? ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരേണ്ടി വരും.